എനിക്കൊരു വിയോജിപ്പുണ്ട്. വിയോജിപ്പുകൾ പറഞ്ഞു തന്നെ പോകാമല്ലോ. അപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് പറഞ്ഞ സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള അങ്ങയുടെ കാഴ്ചപ്പാട്, അതിനോടുള്ള വിയോജിപ്പ് കൂടി ഞാൻ പറയുകയാണ്. സനാതന ധർമ്മം എന്ന് പറയുന്നത് കേവലം ജാതീയത, ചാതുർവർണ്ണ്യം ഇതൊക്കെ മാത്രം അടിസ്ഥാനമാക്കിയാണ് എന്ന് പറയുന്നത് തെറ്റാണ്. അത് വസ്തുതപരമായി നിലനിൽക്കുന്ന ഒന്നുമല്ല. അക്കാര്യത്തിൽ ഞാനൊരു കോടതി ഉത്തരവ് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവാണ്. സനാതന ധർമ്മ വിഷയത്തിൽ DMK മന്ത്രി ഉദയനിധി സ്റ്റാലിനെതിരെ വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിൽ വന്ന മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, സനാതന ധർമ്മം എന്ന് പറയുന്നത് നിരന്തര കർമ്മത്തിൽ അധിഷ്ഠിതമായ ഒന്നാണ്. അത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ്. അതിൽ ഹർജിക്കാരന്റെയും അതോടൊപ്പം തന്നെ ഉദയനിധി സ്റ്റാലിന്റെയും ആ ഭാഗത്തിന്റെയും എല്ലാം കേട്ടതിന് ശേഷമുള്ള വിധിയിൽ പറയുന്ന ഭാഗം ഇതാണ്. അതായത് ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട ഒന്നിലധികം ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ ഹിന്ദു ജീവിത രീതി പിന്തുടരുന്നവരുടെ ഭാഗമായ ഒരു കൂട്ടം കടമകളാണ് സനാതനധർമ്മം. അതിൽ പറയുന്ന കാര്യങ്ങൾ രാഷ്ട്രത്തോടുള്ള കടമ, ഭരണാധികാരിയോടുള്ള കടമ, ഭരണാധികാരിക്ക് ജനങ്ങളോടുള്ള കടമ, മാതാപിതാക്കളോടും ഗുരുക്കളോടുമുള്ള കടമ, ദരിദ്രർ ഉൾപ്പെടെയുള്ള കഷ്ടത അനുഭവിക്കുന്ന സമൂഹത്തെ പരിപാലിക്കുക, ഇതെല്ലാം ചേർന്ന സനാതന ധർമ്മത്തെക്കുറിച്ച് തന്നെയാണ് ഗവർണർ പറഞ്ഞത്. അതിൽ കേവലം രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കലോ ഒക്കെയായി തോന്നുന്നത് അത് രാഷ്ട്രീയ തിമിരം ബാധിച്ചവർക്ക് മാത്രമാണ്. അല്ലാതെ ആ വാദം നിലനിൽക്കില്ല. കോടതി ഉത്തരവാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. അല്ലാതെ ഏതെങ്കിലും ഹിന്ദു സംഘടനാ നേതാക്കളോ അല്ലെങ്കിൽ നിങ്ങളൊക്കെ ആക്ഷേപിക്കുന്ന തരത്തിൽ RSSO പറഞ്ഞതല്ല, മദ്രാസ് ഹൈക്കോടതി പറഞ്ഞതാണ്. ഈ ഹൈക്കോടതിയുടെയോ സുപ്രീം കോടതിയുടെയോ ഒരു ജഡ്ജ്മെന്റിന്റെ അടിസ്ഥാനത്തിലൊന്നും സനാതന ധർമ്മത്തെ പഠിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. പഠിക്കാം. ഞാൻ ചരിത്ര പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളാണ്. ആ ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചതിൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ പിന്നെ ഈ പറയുന്ന മദ്രാസ് ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ സനാതന ധർമ്മത്തിൻ്റെ ഒരു ഡെഫിനേഷനൊന്നും ഞാൻ ആലോചിക്കുന്നുമില്ല. എനിക്കത് ഞാൻ അംഗീകരിക്കുന്നുമില്ല. സനാതന മനസ്സിലായി. ആയിക്കോട്ടെ. ഇപ്പം ബാബറി മസ്ജിദ് പള്ളി തകർത്തിട്ട് അവിടെ അവിടെ രാമക്ഷേത്രം പണിഞ്ഞോട്ടെ എന്ന് പ്രഖ്യാപിച്ചൊരു സുപ്രീം കോടതിയുടെ കീഴിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ വിധി അല്ല പറയട്ടെ, ആ വിധി ശരിയായൊരു വിധിയാണോ എന്ന കാര്യത്തിൽ എനിക്ക് ഉറച്ച സംശയമുള്ള ആളാണ് ഞാൻ. സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിനെ പൂർണ്ണമായി അംഗീകരിക്കണം എന്നൊന്നും പറഞ്ഞാൽ അങ്ങനെയൊന്നും നടക്കുന്ന കാര്യമല്ല. ആ വിധിയെ സംബന്ധിച്ച് എനിക്ക് ആശങ്കകളുണ്ട്, ആ വിധിയെ സംബന്ധിച്ച് എനിക്ക് സംശയങ്ങളുമുണ്ട്. ഇന്നിപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മധുരയിലെ ക്ഷേത്രത്തിലെ ഇത് നടത്താൻ പോവാണ്. ഏതാണ്? സർവേ നടത്താൻ പോവാണ്. ഞാൻ ആ മധുര ക്ഷേത്രത്തിൽ പോയിട്ടുള്ളതാണ് സുജയ, നിങ്ങളും പോയിട്ടുണ്ടാവുമല്ലോ ഡൽഹിയിലുള്ളപ്പം. ഒരു മതിലിൻ്റെ അപ്പുറത്ത് മസ്ജിദും ഒരു മതിലിൻ്റെ ഇപ്പുറത്ത് ക്ഷേത്രമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. വലിയ സെക്യൂരിറ്റി ഇഷ്യൂ ഉള്ളൊരു സ്ഥലമാണ്. പക്ഷേ അത് എത്രയോ കാലമായിട്ട് അവിടെ നിൽക്കുന്നു. അവിടെ അതിനൊരു പ്രശ്നവുമില്ല. ഇനിയിപ്പോൾ ആ മധുരയിൽ സർവേ നടത്തിയിട്ട് ഇനി അത് കൃഷ്ണ ജന്മഭൂമിയാണ് എന്ന് തീരുമാനിച്ചുകൊണ്ട് ഈ മോസ്ക് കൂടി പൊളിക്കാം. ഇതൊന്നും പ്രശ്നമില്ലെന്നേ. അധികാരമുള്ളപ്പോൾ ഇതൊക്കെ ചെയ്യാം. അതവിടെ നിൽക്കട്ടെ. ചരിത്രത്തെ നിങ്ങൾ ഏത് വീക്ഷണകോണിൽ നിന്ന് നോക്കുന്നു എന്നുള്ള അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക. ലോകത്ത് ഒരുപാട് പടയോട്ടങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്ത്യയിൽ പടയോട്ടങ്ങൾ നടന്നിട്ടുണ്ട്. പല ക്ഷേത്രങ്ങളും ചിലപ്പോൾ മോസ്കുകളായിട്ടുണ്ടാകും, പല മോസ്കുകളും ചിലപ്പോൾ ക്ഷേത്രങ്ങളായിട്ടുണ്ടാകും. ആധുനിക ജനാധിപത്യ സമൂഹത്തിൽ അതെല്ലാം തിരിച്ചു പിടിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമുണ്ട്. ശബരിമല ഒരു ബുദ്ധക്ഷേത്രമാണെന്ന് ഇപ്പോൾ ബുദ്ധന്മാർ വന്ന് ആവശ്യപ്പെട്ടാൽ ഹിന്ദുക്കൾ അങ്ങ് വിട്ടുകൊടുക്കാനൊരു സാധ്യതയില്ലോ. കാരണം ബുദ്ധൻ്റെ അതേ മാതൃകയാണ്. ഇപ്പോൾ ശരണം വിളിക്കുക എന്ന് പറയുന്നത് ഹിന്ദുമതത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ്. അത് ബുദ്ധമതത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് ശരണം വിളിക്കുന്നത്. പിന്നെ വളരെ യോഗിക്കായ ഒരു പോസ്റ്ററാണ് ശാസ്താവ് എന്ന് പറയുന്നൊരു ദൈവത്തിൻ്റെത്. അത് ബുദ്ധമതത്തിൻ്റെ രീതിയാണ്. ആ അർത്ഥത്തിൽ നാളെ ബുദ്ധന്മാരെല്ലാം കൂടി വന്നിട്ട് ഈ ശബരിമല വിട്ടു തരണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കില്ല. ആധുനിക ജനാധിപത്യ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ പറയുന്ന 1200 ഒരു കാര്യത്തിൻ്റെ സ്കോർ സെറ്റിൽ ചെയ്യേണ്ട സ്ഥലമല്ല 2023 എന്ന് പറയുന്ന വർഷം. അപ്പോൾ ഈ സനാതന ധർമ്മത്തെക്കുറിച്ച് ഹൈക്കോടതി എന്ത് പറഞ്ഞോട്ടെ, ഈ പറയുന്ന സുപ്രീം കോടതി എന്ത് പറഞ്ഞോട്ടെ, സനാതന ധർമ്മം ഇന്ത്യയിൽ ഒരു വലിയ വിഭാഗം ജനവിഭാഗങ്ങളെ അടിച്ചമർത്തുന്നതിന് തന്നെയാണ് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അത് ഈ പറയുന്ന ഭർത്താവിനോടുള്ള കടമ ശരിയാണ്, ഭർത്താവിനോടുള്ള കടമയാണ്. അല്ല, അത് എല്ലാം വരുന്നുണ്ട്. അതാണ് ഭരണാധികാരിയുടെ എന്ത് കടമയാണുള്ളത്. ഭരണാധികാരിയോടുള്ള കടമ എന്താണെന്നറിയോ? ഭരണാധികാരിയെ കണ്ണടച്ച് വിശ്വസിച്ചു വേണം. ഭരണാധികാരി പറയുന്ന മുഴുവൻ കേൾക്കണം. അല്ല, ശരി ആയിക്കോട്ടെ. ഈ ഭരണാധികാരികൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഈ ചരിത്രത്തിൽ നിങ്ങൾ ഈ പറയുന്ന സനാതന ധർമ്മികളായി ഈ ഭരണാധികാരികൾ എന്താ ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരുന്ന അടിച്ചമർത്തുകയാണ് ആളുകളെ. വേദം കേട്ടാലുണ്ടല്ലോ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കും. അതും ഈ സനാതനധർമ്മത്തിൻ്റെ ഭാഗമാണ്. അത് ഓർത്തോണം. അതിനെതിരായിട്ട് ഇന്ത്യയിൽ വലിയ പ്രക്ഷോഭങ്ങളുണ്ടായിട്ടുണ്ട്. ആ പ്രക്ഷോഭങ്ങളിലൂടെയാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ഒരു ജനാധിപത്യ സമൂഹം രൂപപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം മദ്രാസ് ഹൈക്കോടതിയുടെ വിധി പറഞ്ഞോട്ടെ, സുപ്രീം കോടതിയുടെ വിധി പറഞ്ഞോട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. 2023 ആധുനികനായ മനസ്ഥിതിയും മാറണം. അല്ലാതെ പഴയത് മാത്രം ഈയമൊഴിച്ചത് മാത്രമേ ഞാൻ അത് കൈകാര്യം ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ അത് മാത്രമേ എന്റെ മനസ്സിൽ ഇതേക്കുറിച്ച് നിലനിൽക്കൂ എന്ന് ശഠിക്കുന്നിടത്താണ്
എന്താണ് തെറ്റ്? സുജയ, നമ്മൾ അങ്ങനെ കാലം മാറുകയാണ്. ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ധർമാനുശാസനങ്ങൾ നടത്തിയ ഒരു സംവിധാനത്തെ അംഗീകരിക്കാൻ ആധുനിക ജനാധിപത്യ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് കഴിയില്ല. അത് ഏത് അതിന് വിധിയുടെ നിർബന്ധിക്കുന്നുമില്ല. അടിസ്ഥാനത്തിൽ? അതാണ് സനാതന ധർമ്മം. അങ്ങേക്ക് വിശ്വസിക്കാൻ അത് ഒരു ഭാഗം മാത്രമാണ് സുജയ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു ഭാഗം മാത്രമാണ്. അതിന് മറ്റൊരു വശമുണ്ട്. അങ്ങ് ആ പറയുന്നത് മറ്റൊരു മറ്റൊരു വശം വശമായിരിക്കാം. ആ മറ്റൊരു വശം വലിയ പീഡനങ്ങളുടെയും അടിച്ചമർത്തലുകളുടെയും വലിയൊരു വശമാണത്. ഇതിൽ ശൂദ്രൻ വൈശ്യൻ അങ്ങനെയുള്ളതല്ല, തൊഴിലുകളുടെ അടിസ്ഥാനത്തിലാണ്. ബുദ്ധി ഉപയോഗിച്ചുള്ള ഒരിക്കലുമല്ല. ജാതിയിൽപ്പെട്ടവർ മാത്രമാണോ ഇപ്പോൾ ചെയ്യുന്നത്? ഇപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രത്തിലേക്ക് പൂജാരികളായി ഇപ്പോൾ അപേക്ഷിച്ചിരിക്കുന്നവരെല്ലാവരും ബ്രാഹ്മണന്മാരാണോ? ആണോ? എത്ര പേരുണ്ട് അതിൽ ബ്രാഹ്മണന്മാർ? അങ്ങനെയാണെങ്കിൽ ബ്രാഹ്മണ്യത്തിൽ അധിഷ്ഠിതമായ ഒരു ജോലിയാണ് എന്ന് പറയാമല്ലോ. നടക്കില്ല സുജി, അത് വീണ്ടും പ്രസ്താവിക്കാനും കഴിയില്ല. ഒരിക്കലുമല്ല. ഈ കാലത്ത് ഇതൊന്നും നടത്താൻ അയോധ്യയിലേക്ക് പോകണ്ട, ഇവിടെയുമുണ്ട് ബ്രാഹ്മണരില്ലാത്ത പൂജാരികൾ. കേരളത്തിൽ നോക്കിയാൽ മതി. Meet the editors.